ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 6. ധ്യാനയോഗം. പേജ് നമ്പർ 345. ശ്ലോകം 20. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി. ശ്ലോകം 21. സുഖമാത്യന്തികം യത്തദ് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ. ശ്ലോകം 22. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യത്തെ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. ശ്ലോകം 23. തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗസഞ്ചിതം. പദാനുപദം. യോഗസേവയാ യോഗാഭ്യാസത്താൽ. നിരുദ്ധം ഭൗതികതയിൽ നിന്ന് മാറി. ചിത്തം മാനസിക വ്യാപാരങ്ങൾ. യത്ര യാതൊന്നിൽ. ഉപരമതേ നിർത്തുന്നു ദിവ്യാനന്ദം കൊണ്ട്. യത്ര ച യാതൊന്നിൽ. ആത്മന ശുദ്ധ മനസ്സോടെ. ആത്മാനം ആത്മാവിനെ സ്വയം. പശ്യൻ കാണുന്നവനായി. ആത്മനി ആത്മാവിൽ. തുഷ്യതി സന്തോഷിക്കുന്നു. യത് യാതൊന്ന്. ബുദ്ധിഗ്രാഹ്യം ബുദ്ധിക്കറിയാവുന്നതും. അതീന്ദ്രിയം അതീന്ദ്രിയവും ആയിരിക്കുന്നുവോ. ആത്യന്തികം ആത്യന്തികമായ പരമമായ. തത് സുഖം ആ സുഖത്തെ. വേത്തി അറിയുന്നു. യത്ര യാതൊരവസ്ഥയിൽ. സ്ഥിതഃ സ്ഥിതനായിട്ട്. അയം ഇവൻ. തത്വതഃ തത്വത്തിൽ നിന്ന്. ന ചലതി വ്യതിചലിക്കുന്നില്ല. യം യാതൊന്നിനെ. ലബ്ധ്വാ ലഭിച്ചിട്ട്. തതഃ അതിനേക്കാൾ. അധികം അധികമായ. അപരം ലാഭം മറ്റൊരു ലാഭത്തെ. ന മന്യതേ
വിചാരിക്കുന്നില്ല. യസ്മിൻ യാതൊന്നിൽ സ്ഥിതഃ സ്ഥിതനായിട്ട് ഗുരുണ വലുതായ ദുഃഖേന അപി ദുഃഖത്താൽ പോലും ന വിചാല്യത്തെ ചലിക്കപ്പെടുന്നില്ല. ദുഃഖസംയോഗവിയോഗം ദുഃഖസ്പർശരഹിതമായ തം അതിന് യോഗസംജിതം യോഗാനുഭൂതിയെന്ന് വിദ്യാത് വിവർത്തനം. സമാധി എന്ന പരിപൂർണാവസ്ഥയിൽ മനസ്സ് യോഗാനുഷ്ഠാനം മൂലം ഭൗതികങ്ങളായ മനോവൃത്തികളിൽ നിന്നും തികച്ചും പിന്മാറിയിരിക്കും. നിർമ്മലമായ മനസ്സുകൊണ്ട് സ്വാത്മാവിനെ സാക്ഷാത്കരിച്ച് ആത്മാവിൽ ആനന്ദം കൊള്ളാനുള്ള കഴിവ് ഈ പൂർണാവസ്ഥയിൽ സ്വാഭാവികമാണ്. ആനന്ദഭരിതമായ ആ നിലയിൽ അളവറ്റ അതീന്ദ്രിയ സുഖമാണ് ദിവ്യേന്ദ്രിയങ്ങളിലൂടെ ഒരാൾക്കനുഭവപ്പെടുക. ഇതിലെത്തിയാൽ പിന്നെ ഒരിക്കലും സത്യത്തിൽ നിന്ന് ചലിക്കേണ്ടി വരില്ല. ഇതിലും വലിയ ഒരു നേട്ടമില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. മാത്രമല്ല, ഏതൊരാപദ്ഘട്ടത്തിലും ഒരാൾ ക്ഷുബ്ധനാവുകയില്ല. ഭൗതികമായുള്ള ബന്ധത്തിൽ നിന്നുളവാകുന്ന സർവക്ലേശങ്ങളിൽ നിന്നുമുള്ള യഥാർത്ഥ മോചനമാണിത്. ഭാവാർത്ഥം: യോഗ പരിശീലനത്താൽ സാധകൻ ക്രമേണ ഭൗതിക സങ്കല്പങ്ങളിൽ നിന്ന് മുക്തനായി തീരും. യോഗ സിദ്ധാന്തത്തിൻ്റെ പ്രാഥമിക ലക്ഷണമാണിത്. പിന്നീട് സമാധി എന്ന അവസ്ഥ കൈവരുന്നു. യോഗി അതീന്ദ്രിയമായ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും പരമാത്മാവിനെ സാക്ഷാത്കരിച്ചു എന്നർത്ഥം. താനാണ് പരമാത്മാവെന്ന തെറ്റിദ്ധാരണ പൂർണ്ണമായി ഇല്ലാതാകുന്നു. പതഞ്ജലിയുടെ സിദ്ധാന്തമനുസരിച്ചാണ് പ്രായേണ യോഗാനുഷ്ഠാനം ചെയ്തു പോരുന്നത്. ജീവാത്മാവും പരമാത്മാവും ഒന്നുതന്നെയെന്ന് സ്ഥാപിക്കാൻ അധികാരികളല്ലാത്ത ചില ഭാഷ്യകാരന്മാർ ശ്രമിക്കുന്നു. അദ്വൈതവാദികൾ ഇതാണ് മുക്തി എന്ന് കരുതുന്നുമുണ്ട്. എന്നാൽ പാതഞ്ജല യോഗ ദർശനത്തിൻ്റെ യഥാർത്ഥോദ്ദേശ്യം മനസ്സിലാക്കിയിട്ടില്ല അവരാരും. അതീന്ദ്രിയാനന്ദത്തെ പതഞ്ജലി അംഗീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ അദ്വൈതികൾ ഐക്യസിദ്ധാന്തത്തിന് വിരുദ്ധമെന്നു ഭയന്നിട്ടാവാം അത് സ്വീകരിക്കാത്തത്. ജ്ഞാനവും ജ്ഞാനിയും രണ്ടാണെന്നത് അദ്വൈതവാദത്തിന് സ്വീകാര്യമല്ല. ഈ ശ്ലോകത്തിലാകട്ടെ അതീന്ദ്രിയാനന്ദം ദിവ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവയോഗ്യമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. യോഗശാസ്ത്ര പ്രണേതാവായ പതഞ്ജലി മുനി ഇതിനെ അനുകൂലിക്കുന്നുണ്ടു താനും. ആ മഹർഷി തൻ്റെ യോഗശാസ്ത്രങ്ങളിൽ 3.34 പ്രസ്താവിക്കുന്നു. പുരുഷാർത്ഥശൂന്യാനാം ഗുണാനാം പ്രതിപ്രസവഃ കൈവല്യം സ്വരൂപപ്രതിഷ്ഠാ വാ ചിതി ശക്തിരിതി. ഈ ചിതിശക്തി അഥവാ അന്തരംഗശക്തി ഇന്ദ്രിയാതീതമാണ്. ഭൗതിക ധാർമ്മികത്വം, സമ്പദ് വികസനം, ഭോഗസുഖപ്രാപ്തി, ഒടുവിൽ ബ്രഹ്മത്തിൽ ലയിക്കാനുള്ള യത്നം ഇവയത്രേ പുരുഷാർത്ഥങ്ങൾ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ സായുജ്യത്തെ കൈവല്യമെന്നാണ് അദ്വൈതികൾ വിളിക്കുന്നത്. എന്നാൽ പതഞ്ജലിയുടെ ദൃഷ്ടിയിൽ ജീവാത്മാവിന് തൻ്റെ മൂലസ്വരൂപത്തെ ബോധമുളവാക്കുന്നതിന് സഹായിക്കുന്ന അന്തരംഗശക്തി അഥവാ അതീന്ദ്രിയ ശക്തിയാണ് കൈവല്യം. ശ്രീചൈതന്യ മഹാപ്രഭു ചേതോദർപ്പണ മാർജനം അഥവാ മലിനമായ
മനോദർപ്പണത്തിൻ്റെ ശുദ്ധീകരണം എന്നാണിതിനെ നിർവചിക്കുന്നത്. ഈ ശുദ്ധീകരണം മുക്തി ഭവമഹാദാവാഗ്നി നിർവാപണം, ആദിമമായ നിർവാണ സിദ്ധാന്തവും ഇതിനോട് യോജിക്കുന്നു. ഭാഗവതം 2:10-6. സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് ഈ അവസ്ഥയെയാണ് ഭഗവത്ഗീത ഇവിടെ പ്രതിപാദിക്കുന്നത്. ഭൗതികതയിൽ നിന്നുള്ള വിരാമം അഥവാ നിർവാണത്തിന് ശേഷവും കൃഷ്ണാവബോധം എന്നറിയപ്പെടുന്ന ആധ്യാത്മികമായ ഭഗവത് സേവന പ്രവർത്തനങ്ങൾ തുടരുന്നു. സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് പറയുന്ന ഭാഗവതം ജീവാത്മാവിൻ്റെ യഥാർത്ഥ ജീവിതമായിട്ടാണതിനെ കാണുന്നത്. ഭൗതികതാ സ്പർശത്താൽ മലിനമായ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സ്ഥിതിയാണ് വ്യാമോഹം അല്ലെങ്കിൽ മായ. ഈ ഭൗതിക മാലിന്യത്തിൽ നിന്നുള്ള മോചനം ജീവാത്മാവിൻ്റെ മൗലികമായ നശിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. കൈവല്യം, സ്വരൂപപ്രതിഷ്ഠ, വാചിതി ശക്തിരിതി എന്ന് പതഞ്ജലിയും ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. ഈ ചിതിശക്തി അതീന്ദ്രിയാനന്ദാവസ്ഥയാണ് യഥാർത്ഥ ജീവിതം. ആനന്ദമയോഭ്യാസാത് എന്ന് വേദാന്ത സൂത്രം 1:12. സ്വാഭാവികമായ ഈ അതീന്ദ്രിയാനന്ദമത്രേ യോഗത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഭക്തിപൂർണമായ സേവന പ്രവർത്തനം കൊണ്ട്, ഭക്തിയോഗം കൊണ്ട് എളുപ്പത്തിൽ നേടാവുന്നതാണ് ഇത്. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ ഭക്തിയോഗത്തെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ വിവരിച്ചതുപോലെ യോഗസിദ്ധാന്തപ്രകാരം സമാധി 2 വിധത്തിലുണ്ട്. സംപ്രജ്ഞാത സമാധിയും അസംപ്രജ്ഞാത സമാധിയും. തത്വജ്ഞാനപരങ്ങളായ പലവിധ ഗവേഷണങ്ങൾ വഴിയായി എത്തിച്ചേരുന്ന അതീന്ദ്രിയാവസ്ഥയാണ് സംപ്രജ്ഞാത സമാധി. അസംപ്രജ്ഞാത സമാധിയിൽ ഭൗതിക സുഖങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഈ അവസ്ഥയിൽ യോഗി ഇന്ദ്രിയജന്യങ്ങളായ സുഖങ്ങളെയെല്ലാം അതിക്രമിച്ചിരിക്കും. ഈ അതീന്ദ്രിയാവസ്ഥയിലെത്തിയ യോഗിക്ക് പിന്നീടതിൽ നിന്ന് ഇളകേണ്ടി വരില്ല. ഇത്രത്തോളം എത്താൻ സാധിക്കാത്തവർക്ക് വിജയമില്ലതാനും. ഇന്ന് യോഗ പരിശീലനമെന്ന് വിളിക്കപ്പെട്ടു വരുന്നത് പലവിധം ഇന്ദ്രിയ സുഖങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് യോഗവിരുദ്ധമാണ്. ഒരു യോഗി രതിസുഖത്തിലും മദ്യപാനത്തിലും ഏർപ്പെടുക എന്നത് അപഹാസ്യം തന്നെ. യോഗ പ്രക്രിയകൾക്കിടയിൽ സിദ്ധികളാൽ ആകൃഷ്ടരാകുന്നവരും അപൂർണാവസ്ഥയിൽ തുടരുകയേയുള്ളൂ. യോഗത്തിൻ്റെ ഉപോത്പന്നങ്ങളിൽ ആസക്തരാകുന്നവർക്ക് ഒരിക്കലും ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പരിപൂർണത നേടാനാവില്ല. അതുകൊണ്ട് കാഴ്ചവേലയ്ക്കുതകുന്ന അഭ്യാസമുറകളോ സിദ്ധികളോ പ്രദർശിപ്പിക്കുന്നവർക്ക് യോഗത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അപ്രകാരം നഷ്ടമാകുന്നുവെന്ന് മനസ്സിലാക്കണം. ഇക്കാലത്തെ ഉത്തമ യോഗചര്യ കൃഷ്ണാവബോധ പ്രവർത്തനമാണ്. അതിൽ ചിന്താക്കുഴപ്പമില്ല. കൃഷ്ണാവബോധമുള്ള ഒരാൾ തൻ്റെ പ്രവൃത്തിയിൽ അതീവ സന്തുഷ്ടനാകയാൽ മറ്റു സുഖങ്ങളെയൊന്നും ആഗ്രഹിക്കുന്നില്ല. കാപഠ്യം നിറഞ്ഞ ഇക്കാലത്ത് വിശേഷിച്ചും ഹഠയോഗം, ധ്യാനയോഗം, ജ്ഞാനയോഗം എന്നിവ അനുഷ്ഠിക്കാൻ പലവിധ തടസ്സങ്ങളുണ്ട്. കർമ്മയോഗമോ ഭക്തിയോഗമോ സ്വീകരിക്കുന്നതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഭൗതിക ശരീരമുള്ളിടത്തോളം കാലം
ഒരാൾ അതിൻ്റെ ആവശ്യങ്ങൾ ഭക്ഷണം, നിദ്ര, സ്വരക്ഷ, രതി എന്നിവ നിറവേറ്റിയേ തീരൂ. വിശുദ്ധമായ ഭക്തിയോഗത്തിൽ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഭക്തൻ അത്തരം ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ കൂടി വിഷയങ്ങളിൽ ആസക്തനാവില്ല. മറിച്ച് ജീവിതത്തിന് ആവശ്യമായവ മാത്രം സ്വീകരിച്ച് ഒരു നഷ്ടക്കച്ചവടത്തെ ആവുന്നത്ര പ്രയോജനപ്പെടുത്തുക എന്നതുപോലെ കൃഷ്ണാവബോധത്താലുള്ള അതീന്ദ്രിയാനന്ദത്തെ അനുഭവിച്ചു പോരുകയുമാണയാൾ. അപകടങ്ങൾ, രോഗം, പഞ്ഞം, ദാരിദ്ര്യം മുതലായ ആകസ്മിക സംഭവങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുജനങ്ങളുടെ മരണത്താൽ പോലും തെല്ല് ഉദാസീനനായിരിക്കുമെങ്കിലും ഭക്തിയോഗ സംബന്ധികളായ പ്രവൃത്തികൾ നിറവേറ്റുന്നതിൽ അയാൾ ഒരിക്കലും ഉപേക്ഷ കാണിക്കാറില്ല. ഒരാപത്തും ആ ഭക്തനെ സ്വകർത്തവ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയില്ല. ആഗമപായിനോ നിത്യസ്താം സ്ഥിതിദിക്ഷസ്വ ഭാരത എന്ന ഭഗവത്ഗീത സൂക്തം 2:14 അനുസരിച്ച് അത്തരം ആകസ്മികാനുഭവങ്ങളെല്ലാം ഭക്തൻ സഹിക്കും. അവ വന്നാലും പോയാലും തൻ്റെ കർത്തവ്യത്തെ ബാധിക്കയില്ലെന്ന് അയാൾക്കറിയാം. ഇങ്ങനെ ആ മനുഷ്യൻ യോഗാനുഷ്ഠാനത്തിൻ്റെ പരമകാഷ്ഠയിലെത്തുന്നു. ഹരേ കൃഷ്ണ.